ലോകത്തെ സ്വാധീനിച്ച മഹാന്മാരായ വ്യക്തികളെ അവർ സ്വാധീനിച്ചതിൻ്റെ റാങ്കിങ് അനുസരിച്ചിട്ടാണ് മൈക്കൽ ഹാർട്ട് അടുക്കിയത്. അതിൽ നമ്പർ 1 പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയെയും, രണ്ടാമനായി ബുദ്ധഭഗവാനെയും, മൂന്നാമതായി യേശുക്രിസ്തുവിനെയുമാണ് ലിസ്റ്റ് ചെയ്തത്. സത്യക്രിസ്ത്യാനിയായ എനിക്ക് ഇത് തീരെ സഹിക്കാത്ത ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് മൈക്കൽ ഹാർട്ട് ഇങ്ങനെ ചെയ്തതെന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് 100 എന്ന പുസ്തകം വാങ്ങിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹം വളരെ വിശദമായി അത് വ്യാഖ്യാനിച്ച് പറയുന്നു. ലോകത്തിൽ മറ്റുള്ള മഹാന്മാരെല്ലാം ഒന്നുകിൽ ലൗകികമായ മേഖലകളിൽ പ്രശോഭിച്ചു, അല്ലെങ്കിൽ ആത്മീയമായ മേഖലകളിൽ മതങ്ങൾ സ്ഥാപിച്ച് പ്രശോഭിച്ചു. ഒരേ സമയം ലൗകികമായ രംഗങ്ങളിലും ആത്മീയമായ രംഗങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞ ലോക ചരിത്രത്തിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ നമ്പർ 1 ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു മൈക്കൽ ഹാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. പക്ഷേ പ്രവാചകനെ പറ്റി പഠിക്കും തോറും എനിക്കുണ്ടാകുന്ന അത്ഭുതം വളരെ വലുതാണ്. ഈ പ്രവാചകൻ എൻ്റെയും പ്രവാചകനാണ് എന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നു പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ. കഴിഞ്ഞ 1400 വർഷമായി ലോകത്തെ മാറ്റിമറിച്ച ഈ അത്ഭുത പ്രതിഭാസം പരിശുദ്ധ പ്രവാചകൻ്റെ മുമ്പാകെ ഞാൻ തലകുനിച്ച് പോവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകനും പരിശുദ്ധ ഖുർആനും ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതം, അതിന് വഴി കാണിച്ച പരിശുദ്ധ പ്രവാചകനോട് എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ നമസ്കരിക്കുന്നു. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ആളുകളുടെ പേരുകൾ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. 1 നമ്പറായി അതിലെഴുതിയത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. 2 ഐസക് ന്യൂട്ടൺ, 3 ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ആ പുസ്തകത്തിൻ്റെ ഘടന. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പുറത്തു വന്നപ്പോൾ അമേരിക്കയിലൊക്കെ വല്ലാത്ത ഇളക്കം സംഭവിച്ചെങ്കിലും അദ്ദേഹം നിന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും എന്തുകൊണ്ടാണ് അത് 1 എഴുതിയതെന്ന് വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തു. സമയം കിട്ടുമ്പോൾ മറ്റൊരു നല്ല ക്രിസ്ത്യാനിയും വിദ്യാഭ്യാസവുമുള്ള അലക്സാണ്ടർ ജേക്കബ് എന്ന IPS ഉദ്യോഗസ്ഥൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വഞ്ചനാപരവുമാണ്. കാരണം ഇദ്ദേഹം വലിയ പണ്ഡിതഭാവം നടിക്കുന്നുവെങ്കിലും, സത്യക്രിസ്ത്യാനിയുടെ വേഷം നടിക്കുന്നുവെങ്കിലും, സത്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ ഇകഴ്ത്തുകയും ഇസ്ലാമിനെ പുകഴ്ത്തുകയുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അത് തികച്ചും സത്യവിരുദ്ധവും വസ്തുതാവിരുദ്ധവും ചരിത്രവിരുദ്ധവുമായ ഒരു സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ലോകത്തിൽ അനേക പഠന മേഖലകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ അതേ രീതിയിൽ തന്നെ മറ്റു മേഖലകളിലും നിപുണരാണ് എന്ന് ചിന്തിക്കുന്നതും അതിൻ പ്രകാരം മറ്റ് വിഷയങ്ങളിൽ സംസാരിക്കുന്നതും ശരിയല്ല. പോലീസ് സർവീസിൽ പ്രഗത്ഭനായിരുന്നു എന്ന് വച്ച് മതവിഷയങ്ങളിൽ ആഴമായ അറിവുണ്ടായിരിക്കണമെന്നില്ല. പ്രസിദ്ധനായ ഒരാൾ പറയുന്നതെന്തും പൊതുജനം വിശ്വസിക്കുവാനുള്ള സാധ്യത വളരെയാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. പരസ്പര വിരുദ്ധങ്ങളായ ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസങ്ങളെ പറ്റിയുള്ള ഇദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ തെറ്റുകൾ നിറഞ്ഞതും പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ മതവിഷയങ്ങളിൽ ഇത്തരം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെ പറയുന്നത് ശരിയല്ല. ഉത്തരവാദിത്തമുള്ള ഒരു പൗരന് ചേരുന്ന കാര്യമല്ലാതെ. സത്യക്രിസ്ത്യാനി എന്ന് സ്വയം അവകാശപ്പെട്ടിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മൊത്തം നേരിട്ട് നിഷേധിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നത് വൈരുദ്ധ്യാത്മകമാണ്, വഞ്ചനാപരമാണ്. ചിലരുടെയൊക്കെ കയ്യടി നേടാൻ വേണ്ടി, അംഗീകാരം നേടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ നേടാൻ വേണ്ടി അദ്ദേഹം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന, ഇകഴ്ത്തുന്ന ക്രിസ്തീയ വിശ്വാസികളെ ഇസ്ലാമിലേക്കും മുഹമ്മദിലേക്കും ഖുറാനിലേക്കുമൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇത് സത്യത്തിൽ പാണ്ഡിത്യമല്ല, കാപഠ്യവും അല്പത്തരവും മാത്രമാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുകയാണ്. ജ്ഞാനി എന്ന് ഭാവിച്ച് ഭോഷനായി തീരുകയാണ് ചെയ്യുന്നത്. സത്യക്രിസ്ത്യാനി എന്ന് സ്വയം വിളിച്ച് അഭിമാനിക്കുന്നുണ്ടെങ്കിലും
ആ വാക്കിൻ്റെ അർത്ഥം പോലും അയാൾ ശരിയായി മനസ്സിലാക്കുന്നില്ല. ഇയാൾ ബൈബിളിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം ബൈബിളിനെയും ക്രിസ്തുവിനെയും നിഷേധിക്കുന്ന മുഹമ്മദിനെയും ഖുറാനെയും പുകഴ്ത്തുന്നതിലൂടെ ഇയാൾ ക്രിസ്തുവിനെയും ബൈബിളിനെയും നിഷേധിക്കുകയും ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിലേക്ക് ചൂണ്ടയിട്ട് വലിച്ചടുപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക മതപ്രവർത്തനത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇയാൾക്ക് ഒരു മുസ്ലിമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ക്രിസ്ത്യാനി അല്ലെങ്കിൽ സത്യക്രിസ്ത്യാനി എന്ന ലേബലിൻ്റെ ചിലവിൽ അത് പാടില്ല. അത്തരം കാപഠ്യം നിഷ്കളങ്കരായ ക്രിസ്തീയ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കും. ഇയാൾ വിശ്വസിക്കുന്ന ക്രിസ്തു വിരുദ്ധമായതെല്ലാം വിശ്വസിക്കുന്നവനാണ് സത്യക്രിസ്ത്യാനി എന്ന തെറ്റായ ധ്വനിയാണ് കേൾവിക്കാരന് വാസ്തവത്തിൽ കിട്ടുന്നത്. യൂദാസ് 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. ഇന്ന് പലരും പലതിനും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് തികച്ചും അനീതിയാണ്, തെറ്റിദ്ധാരണാജനകമാണ്, വഞ്ചനാപരമാണ്. മാത്രമല്ല, ഇയാൾ പറയുന്നത് പല മുസ്ലിം പ്രബോധകരും ഏറ്റുപറഞ്ഞ് ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെ സമൂഹമധ്യേ ഇകഴ്ത്തി കാണിക്കുവാൻ ഇത് കാരണമായി തീരുന്നുണ്ട്. സത്യത്തിൽ ഇയാൾക്ക് ഇസ്ലാം എന്താണെന്നോ ക്രിസ്തീയ വിശ്വാസം എന്താണെന്നോ ശരിയായി അറിയില്ല. പണ്ഡിതവേഷം കെട്ടുന്ന ഒരു കപട നാട്യക്കാരൻ മാത്രം എന്നാണ് വ്യക്തമാകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ സത്യക്രിസ്ത്യാനി എന്ന ലേബലിൽ നിന്നുകൊണ്ട് താറടിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. ദൈവപ്രത്യക്ഷതയായ ക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശുവിനെ ദൈവമല്ലെന്നും ദൈവപുത്രനല്ലെന്നും മരിച്ചിട്ടില്ല എന്നും ഉയർത്തിട്ടില്ല എന്നും ഒക്കെ വാദിക്കുന്ന മുഹമ്മദിനെയും ഖുറാനെയും പരിശുദ്ധമായി അംഗീകരിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായി ക്രിസ്തീയ വിശ്വാസത്തെ ഒറ്റിക്കൊടുക്കുക മാത്രമാണ് ഇയാൾ ചെയ്യുന്നത്. കാരണം മുഹമ്മദും ഖുറാനും ഇസ്ലാമും ഒക്കെ അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന വിശ്വാസ സംഹിതയാണ്. അവയെ അംഗീകരിക്കുന്നവർ ക്രൈസ്തവ വിശ്വാസത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾക്ക് ഒരേ സമയം ശരിയായിരിക്കുവാൻ സാധിക്കുകയില്ല. ഒരു സത്യക്രിസ്ത്യാനി ഏറ്റവും അടിസ്ഥാനപരമായി വിശ്വസിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് യേശു ക്രിസ്തു ദൈവപ്രത്യക്ഷതയായ ദൈവപുത്രനാണെന്നും മനുഷ്യ പാപത്തിൻ്റെ പരിഹാരത്തിനായി പ്രായശ്ചിത്തമായി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നും അടക്കപ്പെട്ടിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും സാത്താൻ്റെയും മേൽ ജയമെടുത്തു എന്നും ഒരു സത്യക്രിസ്ത്യാനി നിർബന്ധമായും വിശ്വസിച്ചിരിക്കണം. എന്നാൽ ഈ വിശ്വാസങ്ങളെയെല്ലാം നിഷേധിക്കുന്നതാണ് മുഹമ്മദും ഖുറാനും ഇസ്ലാമും മുസ്ലിമും. അതിനാൽ ഒരു സത്യക്രിസ്ത്യാനിക്ക് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇയാൾ തൻ്റെ സ്വന്തം വാക്കുകളാൽ ഇസ്ലാമിനെ അംഗീകരിക്കുകയും മുഹമ്മദിനെ പരിശുദ്ധ പ്രവാചകൻ എന്ന് വിളിച്ച് ആദരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത്തരം പ്രയോഗങ്ങൾ അയാൾ ബൈബിൾ പ്രവാചകന്മാർക്കോ യേശുവിന് പോലുമോ ആ അവസരത്തിൽ നൽകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനാൽ ഇയാൾ ക്രിസ്തീയ വിശ്വാസത്തേക്കാൾ ശ്രേഷ്ഠമായി ഇസ്ലാമിനെ കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും സ്വയം സത്യക്രിസ്ത്യാനി എന്ന് വിളിച്ച് സ്വയം അവതരിപ്പിക്കുന്നത് മറ്റ് ക്രൈസ്തവർക്ക് നാണക്കേടാണ്. അത് ഒരു വഞ്ചനാപരമായ നിലപാടാണ്. അതിനാൽ ഇദ്ദേഹം ഒന്നുകിൽ താൻ സത്യക്രിസ്ത്യാനി അല്ല എന്ന്
പൊതുവെ ഏറ്റുപറയണം. അല്ലെങ്കിൽ മുഹമ്മദും ഖുറാനും തെറ്റാണ് എന്ന് പറയണം. അങ്ങനെ വഞ്ചനാപരമായ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. ഇയാളുടെ പ്രഭാഷണത്തിൽ ഒത്തിരി വൈരുദ്ധ്യങ്ങളും തെറ്റുകളുമുണ്ട്. അവയൊക്കെ മറ്റൊരവസരത്തിൽ കൈകാര്യം ചെയ്യാം. എന്നാൽ ഇന്ന് ഒരു കാര്യം മാത്രം വിശദമായി പരിശോധിക്കാം. മൈക്കിൾ ഹാർട്ട് തൻ്റെ ലിസ്റ്റിൽ മുഹമ്മദിന് 1-ാം സ്ഥാനം കൊടുത്തു. അതിനാൽ മുഹമ്മദ് അങ്ങനെ തന്നെ ലോകത്തിൽ 1-ാം നമ്പറാണ് എന്ന വാദമാണ് ഇയാൾക്കുള്ളത്. ഇത് മൈക്കിൾ ഹാർട്ടിനെ മാത്രം ആശ്രയിച്ചുള്ള ഒരു വാദമാണ്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് ഖുറാനിൽ യേശുവിൻ്റെ മരണവും ഉയിർപ്പും നിഷേധിക്കുന്നത്. ഒരു തെളിവുമില്ലാതെ തന്നെ മുഹമ്മദ് യേശുവിൻ്റെ മരണം, ഉയിർപ്പ് എന്നിവ നിഷേധിക്കുന്നത് ഖുറാനിലെ 4-ാം അധ്യായം 157-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ഒറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റ് തെളിവുകളൊന്നുമില്ലാതെ, ചരിത്രപരമായ തെളിവുകളെല്ലാം നിഷേധിച്ചിട്ട് ആ ഒരു സിദ്ധാന്തത്തിലൂടെയാണ് ഇസ്ലാം യേശുവിൻ്റെ മരണത്തെയും ഉയിർപ്പിനെയും നിഷേധിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു പുസ്തകത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് തെളിവുകളൊന്നുമില്ലാതെ തന്നെ മറ്റനേകം ചരിത്രപരമായ തെളിവുകളെ നിഷേധിച്ചുകൊണ്ട് ബൈബിളിനെയും ക്രിസ്തുവിനെയും നിഷേധിക്കുന്ന ഒരു സംവിധാനമാണ്, രീതിയാണ് ഇസ്ലാമിനുള്ളത്. അതായത് തെളിവുകളൊന്നുമില്ലാത്ത വാദങ്ങളാണ് മുഴുവൻ. അത്തരമൊരു വാദമാണ് ഇദ്ദേഹവും വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്കിൾ ഹാർട്ടിൻ്റെ പുസ്തകം വെച്ച് മുഹമ്മദ് 1-ാം സ്ഥാനക്കാരനാണ് എന്നാണ് IPSകാരൻ്റെ അവകാശവാദം. IPSകാരൻ പറഞ്ഞതുകൊണ്ട് അതെല്ലാം ശരിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മറ്റ് അനേകം ഇസ്ലാമിക പ്രബോധകന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പൊതുവെ അസത്യങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നു. വ്യക്തമായ ചരിത്ര വസ്തുതകളെ സത്യസന്ധമായി പരിശോധിക്കുവാൻ മനുഷ്യൻ പരാജയപ്പെടുന്നതുകൊണ്ട് പ്രകടമായ സത്യത്തെ നിഷേധിച്ച് അസത്യത്തിൽ ചെന്നുചാടി നശിച്ചു പോകുന്ന ദയനീയമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. സത്യത്തോട് യഥാർത്ഥമായ സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഈ ഗതികേട് വന്നിരിക്കുന്നത്. മുഹമ്മദ് 1-ാം നമ്പറാണ് എന്ന് മൈക്കിൾ ഹാർട്ട് പറഞ്ഞതോടെ മുഹമ്മദിൻ്റെ ആരാധകരെല്ലാം കൂടി മൈക്കിൾ ഹാർട്ടിനെ ഏറ്റുപാടുവാൻ തുടങ്ങി. പക്ഷേ സത്യത്തിൽ മൈക്കിൾ ഹാർട്ട് പറഞ്ഞതിൻ്റെ യഥാർത്ഥ കാര്യം മറ്റൊന്നായിരുന്നു. അതായത് മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ച് വിജയിച്ചവരിൽ 1-ാം നമ്പരാണ് മുഹമ്മദ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് മുഹമ്മദ് മതത്തെയും രാഷ്ട്രീയത്തെയും ഒന്നാക്കി കൂട്ടിച്ചേർത്തു. ഇസ്ലാമിൽ ഇന്നും അത് അങ്ങനെ തന്നെയാണ്. മതവും രാഷ്ട്രീയവും ഒന്നായിട്ടാണ് മുന്നേറുന്നത്. പക്ഷേ അത് ലോകത്തിന് ഗുണകരമാണോ ദോഷമാണോ എന്ന് ഇവർ പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ മതക്കാരും പാർട്ടിക്കാരും അങ്ങനെ ചെയ്യണമെന്നാണോ ഇത്തരക്കാർ വാദിക്കുന്നത്? എന്താണ് ധ്വനി എന്ന് അവർ തന്നെ വ്യക്തമാക്കണം. ഇദ്ദേഹം തന്നെ അത് വ്യക്തമാക്കണം. മതവും രാഷ്ട്രീയവും ഒന്നാക്കി ചേർത്ത് മുന്നേറുന്നത് പല മതക്കാരും പല രാഷ്ട്രീയ കക്ഷികളുമുള്ള ഇന്നത്തെ ലോകത്തിൽ അത് പ്രായോഗികമാണോ, നല്ലതാണോ, ലോക സമാധാനത്തിന് അത് ചേരുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ ഇത്തരം വാദങ്ങൾ മുൻപോട്ട് വയ്ക്കാൻ? മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുന്നത് ഒരു മതേതര പൊതുസമൂഹത്തിന് നല്ലതാണോ, ആരോഗ്യകരമാണോ? മുഹമ്മദ് ചെയ്ത രീതി ശരിയാണോ എന്നാണ് പൊതുസമൂഹം വിലയിരുത്തേണ്ടത്. ഇദ്ദേഹം തന്നെ അതിന് മറുപടി പറയട്ടെ. മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടും രണ്ടാക്കി കാണുന്നതാണ് മതേതരത്വം. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് നാം അഭിമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? രാഷ്ട്രീയ ശക്തി കൊണ്ട് ഒരു മതത്തെ മാത്രം ന്യായീകരിച്ച് മറ്റുള്ളതിനെ നശിപ്പിക്കുക എന്നതാണോ ശരിയായ രീതി?
അങ്ങനെയൊക്കെയാണോ നാം 1-ാം നമ്പർ ആകേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. അത്തരം ചിന്തകൾ നല്ലതാണ് എന്ന ചിന്താരീതി തന്നെ ഇന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗുണമേത്, ദോഷമേത്, നന്മയേത്, തിന്മയേത് എന്നൊക്കെയുള്ള തിരിച്ചറിവില്ലാതെ 1-ാം നമ്പറിന് വേണ്ടി മത്സരിച്ചാൽ എങ്ങനെയിരിക്കും? സമൂഹത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെയല്ലയോ ഉത്തരവാദിത്വ ബോധമുള്ളവർ, പൗരബോധമുള്ളവർ ചിന്തിക്കേണ്ടത്? മറുപടി പറയൂ സർ. യേശു മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കുകയല്ല, വേർതിരിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റേത് ദൈവത്തിനും സീസറിൻ്റേത് സീസറിനും കൊടുക്കുക എന്നാണ് യേശു പറഞ്ഞ് പ്രബോധിപ്പിച്ചത്. അതുകൊണ്ട് യേശു മതേതരത്വത്തിന് അടിസ്ഥാനമിടുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥ ശ്രേഷ്ഠത. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ മതം വളർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല ശ്രേഷ്ഠത. അങ്ങനെ ക്രിസ്തുവും ക്രിസ്തീയ വിശ്വാസവും ആധുനിക മതേതര ജനാധിപത്യ സംസ്കാരം വളരുവാൻ കാരണമായി തീർന്നു എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയപരമായും യേശുവിൻ്റെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല യേശുവിൻ്റെ ഔന്നത്യം. ഏകസത്യദൈവം മനുഷ്യനായി പ്രത്യക്ഷനായി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി, പ്രായശ്ചിത്തമായി സ്വയം മരണം സഹിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യരക്ഷയ്ക്കുള്ള വഴിയും സത്യവും നമുക്ക് നൽകിയ മഹാദൈവവും മാനവരിൽ മഹോന്നതനുമാണ് യേശു ക്രിസ്തു. അവന് തുല്യം പറയുവാൻ മറ്റാരുമില്ല. അവനോടൊപ്പം നിൽക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്, എങ്കിലും അതൊന്നും വിജയിക്കത്തില്ല. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. അതായത് ഈ ലോകത്തിൻ്റേതല്ല. ഈ ലോകത്തിൽ ഒരു പ്രതാപരാജ്യം സ്ഥാപിക്കുവാനല്ല യേശു ശ്രമിച്ചത്. മറിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ പദ്ധതി. അതിലേക്കാണ് ക്രിസ്തു നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ഈ ലോകം സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ 1-ാം നമ്പരാകുന്ന പരിപാടിയല്ല യേശുവിനുള്ളത്. ദൈവം ഏകനെന്നും ദൈവമായ യേശു ക്രിസ്തു ഏകസത്യ ദൈവമെന്നും വിശ്വസിക്കുന്നവർ മാത്രമാണ് ക്രിസ്ത്യാനികൾ, സത്യക്രിസ്ത്യാനികൾ. യേശു ക്രിസ്തുവിൽ ഏകസത്യ ദൈവം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ. ക്രിസ്ത്യാനിക്ക് യേശു ഏറ്റവും വലിയവനാണ്. അവനേക്കാൾ ആരാധ്യൻ മറ്റാരുമില്ല. യേശുവിനെ ആരാധിക്കുന്നതിലൂടെയാണ് സത്യക്രിസ്ത്യാനി ദൈവത്തെ ആരാധിക്കുന്നത്. യേശുവാണ് സത്യവും ആരാധനയ്ക്കുള്ള വഴിയും. കാരണം യേശുവിലാണ് ഏകസത്യദൈവം വെളിപ്പെട്ട് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ യഹൂദന്മാർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും യഹൂദരാലാണ് എഴുതപ്പെട്ടത്. യേശുവും യഹൂദൻ, ആദ്യ ക്രിസ്ത്യാനികളും യഹൂദർ. ദൈവം യഹൂദർക്ക് നൽകിയ ദൈവവചനം പരിപൂർണമായി വിശ്വസിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനിയായി യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു. ബൈബിളും യേശുവും സകല മനുഷ്യർക്കുമായി നൽകപ്പെട്ടതാണ്. മനുഷ്യരക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ ഏകസത്യദൈവം മരിച്ചിട്ട് ഉയർത്തു എന്നുള്ളതാണ് സത്യം. മശിഹ മരിക്കണമെന്ന് പഴയ നിയമത്തിലെ യഹോവയുടെ പെരുന്നാളുകളും വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. യേശു മശിഹ മരിച്ചു എന്നത് പുതിയ നിയമവും വ്യക്തമാക്കുന്നുണ്ട്. ചരിത്ര സത്യങ്ങളും അതിൻ്റെ തെളിവാണ്. യേശു ക്രിസ്തു എന്ന ഏകസത്യ ദൈവം കുരിശിൽ മരിച്ചത് ഓരോ മനുഷ്യൻ്റെയും രക്ഷയ്ക്കായിട്ടാണ്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവമായ യേശു സ്നാനമേറ്റത് മനുഷ്യവർഗത്തോട് ചേരുവാനാണ്. മനുഷ്യൻ സ്നാനമേൽക്കുന്നത് യേശുവിനോട് ചേരുവാനാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും
ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്നാണ് അപ്പോസ്തോലന്മാർ പുതിയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യേശുവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ബൈബിൾ വാദങ്ങളെയെല്ലാം അപ്പാടെ നിഷേധിക്കുക എന്നതാണ് ഖുറാനും മുസ്ലിങ്ങളും ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമാണ് യേശു ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന ബൈബിളിൻ്റെ വാദവും യേശു ദൈവമല്ല, ദൈവപുത്രനല്ല എന്ന ഖുറാൻ്റെയും ഇസ്ലാമിൻ്റെയും വാദവും. യേശു ദൈവമല്ല, മരിച്ചിട്ടില്ല, ഉയർത്തിട്ടില്ല എന്ന് സ്ഥാപിക്കുക എന്നതാണ് ഖുറാൻ്റെയും ഇസ്ലാമിൻ്റെയും പ്രഥമ ലക്ഷ്യം. യേശു ദൈവമല്ല എന്ന് വാദിച്ചതിന് ശേഷം ബൈബിളിലെ ബാക്കി എല്ലാ കാര്യവും വിശ്വസിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. എന്നാൽ യേശു ദൈവമല്ല എന്ന വാദം ബൈബിൾ വിരുദ്ധവും സത്യവിരുദ്ധവുമാണെന്ന ബൈബിളിലെ മുന്നറിയിപ്പുകൾ സത്യക്രിസ്ത്യാനികൾക്കറിയാം. ഇത്തരം ദുരുപദേശങ്ങളുമായി വരുന്നവരെ തിരിച്ചറിയാനും ക്രിസ്ത്യാനികൾക്കറിയാം. ഇത്തരം ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് വളർത്തുക എന്നത് സാത്താൻ്റെ വലിയ പദ്ധതിയാണ്. അതിനാൽ ദൈവജനം വളരെ ജാഗ്രതയോടെ ഇരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, 10-ാം അധ്യായത്തിൽ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവരെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, ആകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. പൗലോസ് ഇപ്രകാരം എഴുതി, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. വീണ്ടും അദ്ദേഹം റോമാലേഖനത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് ഇവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. വരുംകാലത്ത് ചില ആളുകൾ കപടാത്മാക്കളെയും പിശാചുക്കളുടെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്ന് ആത്മാവ് സ്പഷ്ടമായിട്ട് പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ അസത്യവാദികളുടെ കപട നാട്യങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുക. ഇതിനെപ്പറ്റി പത്രോസ് പറഞ്ഞത്, ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലുമുണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് അവർ നിങ്ങളെ ചൂഷണം ചെയ്യും. അതായത്, ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷേ ഉറക്കം അഭിനയിക്കുന്നവനെ, നടിക്കുന്നവനെ ഉണർത്തുവാൻ ഒരിക്കലും ആർക്കും കഴിയുകയില്ല. അവർ കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത്. അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടുകൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിരുകടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഇതിൽ അത്ഭുതമില്ല. സാത്താൻ പോലും പ്രകാശത്തിൻ്റെ ദൂതൻ്റെ വേഷം കെട്ടാറുണ്ട്. അതുകൊണ്ട് സാത്താൻ്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കെട്ടുന്നതിലും അത്ഭുതമില്ല. യേശു ദൈവമല്ലെന്ന് വാദിക്കുന്നവരെല്ലാം
കടുത്ത കള്ളപ്രവാചകന്മാരും എതിർ ക്രിസ്ത്യാനികളുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഏകസത്യ ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്നവർ ചില ക്രിസ്തീയ സഭകളുടെ ഭാഗമാണെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അവർ ക്രിസ്തു വിരുദ്ധ പക്ഷത്ത് തന്നെയാണ്. യേശു ദൈവമല്ല എന്ന വാദം ഉന്നയിക്കുന്നവർ ആരായാലും അവർ ക്രിസ്ത്യാനികളല്ല. അവർക്ക് ക്രിസ്തു സഭയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. യേശു ക്രിസ്തു ഏകസത്യ ദൈവമല്ലെന്ന് പറയുന്നവർ, അതായത് യേശു ക്രിസ്തു ഏകസത്യ ദൈവത്തിൻ്റെ ഏകമായ പ്രത്യക്ഷതയല്ല എന്ന് പറയുന്നവർ, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും അവനിൽ ദേഹരൂപമായി വസിക്കുന്നില്ല എന്ന് പറയുന്നവർ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് സ്വന്തം പിതാവിനെ നിഷേധിക്കുന്നതിനോട് തുല്യമാണ്. ആരും രക്ഷിക്കാനില്ലാതെ ചെളിക്കുണ്ടിൽ ആഴ്ന്നുപോയി മരിച്ചുകൊണ്ടിരിക്കുന്ന മകനെ രക്ഷിക്കാൻ വേണ്ടി വിദൂരത്തിൽ നിന്ന് ഓടിയെത്തി ചെളിക്കുണ്ടിൽ ചാടിയിറങ്ങി രക്ഷിക്കുന്നതിനിടയിൽ വിരൂപനായി മരണപ്രായനായിപ്പോയ സ്നേഹനിധിയായ പിതാവിനെ പിന്നീട് സ്വന്തം അപ്പനല്ലെന്ന് തള്ളിപ്പറയുന്ന നന്ദികെട്ട മകൻ്റെ ഗതി എത്രയോ ദുരന്തമായിരിക്കും. ഇത്തരക്കാർ തങ്ങൾക്കിഷ്ടമുള്ള ചുരുക്കം ചില വാക്യങ്ങൾ ഉപയോഗിച്ച് ബൈബിളിലെ 99% വാക്യങ്ങളെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അന്ധൻ ആനയുടെ വാലിൽ പിടിച്ചിട്ട് ആന വാലുപോലെയാണേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കുന്നത് പോലെയുള്ള വളരെ ബാലിശമായ ശൈലിയാണ് ഇവരുടെ വാദങ്ങളിലെല്ലാം കാണുന്നത്. ചുരുക്കമായി കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കഴമ്പില്ലാതെ സുദീർഘമായി സംസാരിച്ചുകൊണ്ട് തെറ്റായ നിഗമനങ്ങളിലെത്തി കേൾവിക്കാരെ മറിച്ചു കളയുന്ന ഒരു തന്ത്രമാണ് ഇവരെല്ലാം പ്രയോഗിക്കുന്നത്. ഇവരെപ്പറ്റി പത്രോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി മുന്നറിയിപ്പ് തന്നത് ഇപ്രകാരമാണ്: എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യത്തിൻ്റെ മാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ഇതിനെപ്പറ്റി പൗലോസ് എഴുതിയത്: എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകൻ്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞുവല്ലോ. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. ഇവർ വെറും വമ്പ് പറഞ്ഞ ദുഷ്കാമ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്.
എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ജനത്തെ വഴിതെറ്റിക്കുന്നവരെ അനുവദിക്കുന്നത് തന്നെ ദൈവത്തിന് പ്രസാദമല്ല എന്നുള്ള ദൈവിക നിയമമാണ് ഈ വചനങ്ങളിലെല്ലാം വെളിപ്പെട്ട് നിൽക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവമായ യഹോവയുടെ മനുഷ്യരൂപമാണ് കുരിശിൽ മരിച്ച യേശു എന്ന് ദൈവവചനം വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കുരിശിൽ മരിച്ച യേശു പഴയ നിയമത്തിലെ ദൈവമായ യഹോവയുടെ മനുഷ്യരൂപം തന്നെയാണ്. അത് അനേക വാക്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയും. ദൈവം മനുഷ്യനല്ലെങ്കിലും ദൈവത്തിന് മരണമില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ മനുഷ്യ സാദൃശ്യത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തു മരിക്കുവാൻ കഴിയുന്നവനായി വെളിപ്പെട്ടു വന്നു എന്നുള്ള സത്യം വിശ്വസിക്കുന്നവരാണ് സത്യക്രിസ്ത്യാനികൾ. സർവശക്തനായ ദൈവത്തിന് മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു വരുവാനും കുരിശിൽ മരിക്കുവാനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ പരിഹാസ്യമല്ലേ? ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായാൽ യേശുവിനെ പോലെ ഇരിക്കും. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. യഹോവയല്ലാത്ത വേറെ രക്ഷിതാവ് ഇല്ല എങ്കിൽ, യേശു രക്ഷകനാണ് എങ്കിൽ, യേശുവും യഹോവയും ഒന്നാണ് എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു 3-ാം അധ്യായത്തിൽ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. യഹോവ തന്നെ പറയുകയാണ്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഇവിടെ ഞാൻ എന്ന യഹോവ യേശുവാണെന്നും ദൂതൻ യോഹന്നാനാണ് എന്നും ബൈബിൾ തന്നെ അനേക വാക്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സഖര്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലും നാം ഈ വിഷയം കാണുന്നുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ള എങ്കലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവൻ അവനെക്കുറിച്ച് വ്യസനിക്കും. അങ്ങനെ താൻ കുത്തപ്പെടുമെന്ന് ഇവിടെ യഹോവ തന്നെ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ കുത്തപ്പെട്ടത് യേശുവായതിനാൽ യേശു യഹോവയാണ് എന്ന് സംശയലേശമന്യേ ബൈബിളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലും ഇതിനെ സംബന്ധിച്ച് പല വാക്യങ്ങളുണ്ട്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടയണം എന്ന് പറഞ്ഞു. കന്യകാ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് പ്രവചനാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ നാം കാണുന്നു, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ തന്നെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം രക്തബന്ധമാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. തീത്തോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ സത്യദൈവവും നിത്യജീവനും എന്നാണ്. കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും
അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും മുമ്പുള്ളവൻ, എല്ലാം സൃഷ്ടിച്ചവൻ. അവൻ മുഖാന്തരമെല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പോൾ മറിയത്തിൽ നിന്ന് മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പേ ദൈവപുത്രനായി വെളിപ്പെടുന്ന കാര്യമാണ് ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത്. മീഖായുടെ പുസ്തകത്തിൽ നാം കാണുന്നത്, ബേത്ലഹേമേ ഭ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അപ്പോൾ അതിനു മുമ്പേ, അവൻ ജനിക്കുന്നതിന് മുമ്പേ അവന് അസ്തിത്വമുണ്ടായിരുന്നു. അവൻ സൃഷ്ടാവാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നിങ്ങളിനി ദാസരല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ നമുക്ക് ലഭിക്കുന്നത്, ദൈവപുത്രസ്ഥാനവും ദൈവത്തിൻ്റെ അവകാശവും. ഈ ക്രൈസ്തവ സത്യം ചരിത്രപരമായ സംഭവങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഇടകലർന്ന് നിൽക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ദൈവശാസ്ത്രവും ചരിത്ര സത്യവും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസ സംഹിതയാണ് ക്രൈസ്തവ വിശ്വാസം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടും അവൻ പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു. അപ്പോൾ ആ ലേഖനങ്ങൾ, സുവിശേഷങ്ങളൊക്കെ എഴുതുന്ന ആ കാലത്തിന് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതിന് അനേക സാക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ ലേഖനങ്ങളും സുവിശേഷങ്ങളും എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് പൗലോസ് ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ മനുഷ്യപുത്രനായ യേശു തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേൻ എന്നും പറയും.
അപ്പോൾ യേശുവിനെ പോലെ പരിപൂർണനും ഉത്തമനുമായ മറ്റൊരു വ്യക്തിയും ലോക ചരിത്രത്തിലില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മനുഷ്യഭാവനയ്ക്ക് പോലും യേശുവിനെ പോലെ പരിപൂർണനായ ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരേ സമയം ഏറ്റവും ജ്ഞാനിയും ഏറ്റവും ക്ഷമാശീലനും ഏറ്റവും ശക്തനും ഏറ്റവും എളിമയുള്ളവനുമായിരിക്കുവാൻ യേശുവിനും മാത്രമേ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. യേശുവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധമായ രീതിയിൽ അപൂർണത കണ്ടുപിടിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. യേശുവിന് തെറ്റുകളോ അബദ്ധങ്ങളോ പറ്റിയിട്ടില്ല. യേശുവിന് തിരക്കിടേണ്ടതായി വന്നിട്ടില്ല. യേശു താൻ പഠിപ്പിച്ചതെല്ലാം തൻ്റെ തന്നെ ജീവിതത്തിൽ ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ് സത്യം. ഏറ്റവും ഉന്നതനായിരുന്നിട്ടും ഏറ്റവും താഴ്ന്ന രീതിയിൽ ജീവിച്ചു. ഏറ്റവും ധീരതയും നീതിബോധവും മാന്യതയും ഉള്ളവനായിരുന്നിട്ടും എല്ലാവരോടും ഏറ്റവും സ്നേഹവും മൃദുലതയും കാണിച്ചു. അങ്ങനെ ഈ ലോകത്തിൽ പരസ്പരം എതിർക്കുന്നതായി കാണുന്ന ഇത്തരം ഗുണവിശേഷങ്ങളെ പരിപൂർണമായി തന്നിൽ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് കാണിച്ചത് ലോക ചരിത്രത്തിൽ യേശു മാത്രമാണ്. അതിനാൽ മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കായി ഏറ്റവും അനുകരണീയനായ വ്യക്തിയും യേശു തന്നെയാണ്. യേശു തന്നെയാണ് മാനവരിൽ മഹോന്നതൻ. മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വെളിപ്പാടാണ് യേശു. നാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ വെളിപ്പാട് മനുഷ്യരൂപത്തിൽ തന്നെയായിരിക്കണം. പുസ്തക രൂപത്തിലല്ല, മനുഷ്യരൂപത്തിൽ തന്നെ. അതുകൊണ്ടാണ് എഴുതപ്പെട്ട ദൈവവചനം ബൈബിളും ജീവിക്കുന്ന ദൈവവചനം യേശു ക്രിസ്തുവും എന്ന് നാം പറയുന്നത്. യേശുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉയർപ്പ് സംഭവങ്ങളെല്ലാം, അതുപോലെ മറ്റനേകം സംഭവങ്ങളും ഇനിയും സംഭവിക്കാനിരിക്കുന്നവയും അവ സംഭവിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും ദൈവവചനമായ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് ജീവിക്കുന്ന ദൈവവചനമായ ക്രിസ്തുവിലൂടെയാണ്. ഇത്തരം കൃത്യവും വിശദവുമായ പ്രവചന നിവൃത്തി ബൈബിളിലല്ലാതെ ലോകത്തിൽ മറ്റൊരു ഗ്രന്ഥത്തിലുമില്ല. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയും യേശു തന്നെയാണ്. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ വഴിയും സത്യവും പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കാത്തവർ അവരുടെ പാപങ്ങളിൽ മരിക്കും തുടങ്ങി അനേക പ്രസ്താവനകൾ നടത്തുവാൻ ദൈവം മനുഷ്യനായി വന്ന യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് നാം മനസ്സിലാക്കണം. ഒരു മനുഷ്യനും അതിന് സാധ്യമല്ല. സൃഷ്ടാവായ ദൈവത്തെ ഏറ്റവും പരിപൂർണമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. നല്ലവനായ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്ന വേറൊരു ഗ്രന്ഥവും ലോകത്തിലില്ല. ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവത്തെക്കാൾ മെച്ചമായ ഒരു ദൈവത്തെപ്പറ്റി മനുഷ്യന് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. സ്വഭാവ വൈശിഷ്ട്യത്തിൽ യേശുവിനേക്കാൾ ഉത്തമനായ വ്യക്തിയെ മനുഷ്യ ചരിത്രത്തിൽ കണ്ടുപിടിക്കുക അസാധ്യമാണ്. മനുഷ്യ ചരിത്രത്തിലെ പൂർണ്ണതയുള്ള ഏക മനുഷ്യനായ യേശുവിനെ ബൈബിൾ മാത്രമാണ് ലോകത്തിന് അവതരിപ്പിക്കുന്നത്. യേശുവിനെ പോലെ പരിപൂർണനും ഉത്തമനുമായ മറ്റൊരു വ്യക്തിയും ലോക ചരിത്രത്തിലില്ല. മനുഷ്യഭാവനയ്ക്ക് പോലും യേശുവിനെ പോലെ പരിപൂർണനായ ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയും യേശു തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിലാണ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും അനേകരെ സൗഖ്യമാക്കുന്നു, പിശാചുക്കളെ പുറത്താക്കുന്നു. യേശു മുഖാന്തരം അനേകർ പാപജീവിതം ഉപേക്ഷിക്കുന്നു. യേശു ദൈവമാകുന്നു എന്നതിന് അത്യാവശ്യമായ തെളിവുകൾ എല്ലാവർക്കും വ്യക്തമാണ്. അതിനാൽ അനേകർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സാറേ, ചോദിക്കട്ടെ, എന്താണ് താങ്കളുടെ വിശ്വാസം? ക്രിസ്തു ദൈവമാണോ? ദൈവപുത്രനാണോ? ക്രിസ്തു കുരിശിൽ മരിച്ചോ? ഉയിർത്തെഴുന്നേറ്റോ? അതിന് വ്യക്തമായ മറുപടി പറയണം. ഒരേ ഉറവയിൽ നിന്ന് കയ്പ് നീരും മധുര നീരും വരുമോ? ക്രൈസ്തവ വിശ്വാസത്തെ ഗൗരവമായി പഠിക്കാതെ അപക്വമായി അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വയം വഞ്ചിക്കപ്പെടരുത്. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആദ്യമേ ബൈബിളിൻ്റെയും ഖുറാൻ്റെയും ഉള്ളടക്കവും യേശു, പൗലോസ്, മുഹമ്മദ് എന്നിവരുടെ സ്വഭാവവും
അല്പമായെങ്കിലും പഠിക്കൂ. അപ്പോൾ അവ തമ്മിലുള്ള വൈരുദ്ധ്യവും ഏതാണ് സത്യം എന്ന ബോധ്യവും ഏവർക്കും ബോധ്യമാകുന്ന കാര്യമല്ലേ? സത്യക്രിസ്ത്യാനിയായ താങ്കൾ ഇസ്ലാമിനെ പുകഴ്ത്തി പറയുന്നത് പോലെ ക്രിസ്തീയ വിശ്വാസത്തെ പുകഴ്ത്തി പറയുവാൻ ഒരു മുസ്ലിം പ്രബോധകനെയെങ്കിലും ഇറക്കുവാൻ താങ്കൾക്ക് കഴിയുമോ? കഴിയില്ല. അവിടെയാണ് താങ്കൾക്ക് തെറ്റുപറ്റിയത്. അതുകൊണ്ട് ചിന്തിക്കുക. അവാസ്തവമായതും ചരിത്രവിരുദ്ധവുമായ എന്തും പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എത്രത്തോളം സത്യസന്ധമായ കാര്യമാണ് എന്ന് ചിന്തിക്കുക.